രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 63. ஆவியே உயிர்ப்பிக்கிறது, மாம்சமானது ஒன்றுக்கும் உதவாது. நான் உங்களுக்கு சொல்லுகிற வசனங்கள் ஆவியாயும் ஜீவனாயும் இருக்கிறது. ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാണ്. ആമേൻ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. അപ്പൊ ഇവിടെ പറയുന്നൊരു കാര്യം, ആത്മാവ് ജീവൻ. എന്താണ്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം, ദ വേർഡ് വിച്ച് ഐ സ്പീക്ക്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. ഞാൻ പറഞ്ഞ വചനം. എന്താണ് വചനം എന്ന് പറയുന്നത്? എന്താണ് വചനം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. വചനം എന്താ വചനം എന്ന് പറയുന്നത്? ചിന്തിച്ചു നോക്കിക്കേ. വചനം എന്ന് പറയുന്നത് എന്താ? ഒരു മനുഷ്യന്റെ ഇമോഷൻസ് വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചാനലാണ് വേർഡ്സ്, അല്ലേ? ഒരാള്, അതായത് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ പല രീതിയിൽ നമ്മൾ വാക്കുകൾ പല കാര്യത്തിന് ഉപയോഗിക്കും, അല്ലെ? ഒന്നാമത് ഉപയോഗിക്കുന്ന ആശയവിനിമയമാണ് വചനം പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം. ആശയം വിനിമയം ചെയ്യുക, എന്റെ അകത്തുള്ള ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് മൈ മൈ ഡിസയർ ഓർ മൈ തോട്ട്സ്, എന്റെ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ വേർഡ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ചാനലാണ് വേർഡ്സ്. അപ്പൊ വേർഡ്സ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എന്റെ അകത്ത് എന്തിരിക്കുന്നു അതിനെ കമ്മ്യൂണിക്കേറ്റ്. ഞാൻ ഒരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ്, ഞാൻ അത് ഒരുവനിലേക്ക് കണക്ട് ചെയ്ത് യൂണിറ്റി, ഞാൻ പറയുന്നതും അയാൾ പറയുന്നതിന് ഒരുമിച്ച് ഒരു ചിന്തയിലേക്ക് കമ്മ്യൂണിക്കേറ്റ്, കമ്മ്യൂണിയൻ, അതിനകത്തുള്ളൊരു കമ്മ്യൂണിയൻ, ഒരുമിച്ചുള്ളൊരു ധാരണയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പറയുമ്പോൾ സംഭവിക്കുന്ന എന്താ? അല്ലെങ്കിൽ എന്റെ അകത്തുള്ള ഇമോഷൻസ് വെളിപ്പെടുക. അപ്പോ ഇന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പോ നമ്മൾ പറയാ, ഒരാള് കാര്യം ചോദിക്കുന്ന പിന്നെ എന്ന് പറയുമ്പോ രണ്ട് രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമല്ലേ? ഇപ്പൊ നമുക്കറിയാം, പിന്നെ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താ? എന്തുണ്ട് ഇനി കൂടുതൽ എന്ന് ചോദിക്കുന്നു. പിന്നെ എന്തുണ്ട്? പിന്നെ അതേ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാ മാറിപ്പോയി, അല്ലേ? ഇപ്പൊ ഒരാൾ പറയുക, അവിടെ ഇരിക്കുന്ന എന്താ? അവിടെ ഇരിക്കുന്നത് തേങ്ങയാ. പക്ഷെ അതേ സമയത്ത് തേങ്ങ എന്നുള്ളത് ഇച്ചിരി സ്ട്രെസ് കൂട്ടി പറഞ്ഞ വേറെ, അവിടെ ഇരിക്കുന്ന എന്താ? പിന്നെ. അപ്പോ വാക്കുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ വാക്കുകൾക്ക് എന്തുണ്ട്? കമ്മ്യൂണിക്കേറ്റിംഗ് പവർ ഉണ്ട്. അപ്പൊ അതായത് എന്റെ അകത്തുള്ള എന്താണോ അതിനെ റിലീസ് ചെയ്യുന്ന ചാനലാണ് എന്ത്? വേർഡ്സ്. എന്റെ അകത്തുള്ളതിനെ എക്സ്പ്രസ് ചെയ്യുന്ന, എന്റെ അകത്തുള്ളതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് വേർഡ്സ്. അപ്പോ മനുഷ്യൻ ആരാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 7. ജനസിസ് 2 വേഴ്സ് 7. தேவனாகிய கர்த்தர் மனுஷனை பூமியின் மணினாலே உருவாக்கி ஜீவ சுவாசத்தை அவன் நாசியிலே ஊதினார், മനുഷ്യൻ ജീവാത്മാ ആനാൻ. ഇവിടെ പറയുന്നത് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ലിവിങ് സോൾ. അപ്പൊ ലിവിങ് സോൾ ആയിരിക്കുന്ന മനുഷ്യനിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത്? സോൾ എന്ന് പറയുന്നത് എന്താ? ഇമോഷൻസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ് സോൾ. അപ്പൊ നമ്മള് ഒരാളോടൊരു വാക്ക് പറയുമ്പോ, നമുക്കൊരാളോട് നല്ല സ്നേഹമുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വാക്കുകളിനകത്ത് ഒരു പക്ഷേ നമ്മൾ അയാളോട് പറഞ്ഞില്ലെന്ന് വരും, പക്ഷെ ആ കെയറിങ്ങിന്റെ വാക്ക്, നമ്മളൊരു സ്നേഹത്തിന്റെ വാക്ക്, ഒരു കരുതലിന്റെ വാക്ക്, അത് പറയുമ്പോൾ തന്നെ അത് ഒരു പക്ഷേ ഞാൻ നിങ്ങളെ കരുതുന്ന വ്യക്തിയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആ വേർഡ്സ് ഓഫ് കെയറിങ്ങിനകത്ത് ആ ലവ് ഈസ് ദെയർ. അപ്പോ വേർഡ്സ് നമ്മുടെ ഇമോഷൻസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് വേർഡ്സ്. ബിക്കോസ്
വി ആർ ഇമോഷണൽ ബീങ്. നമ്മള് വൈകാരിക ജീവികളാണ്. നമ്മള് ഇമോഷൻസ്, സോളിനകത്ത് എന്തിരിപ്പുണ്ട്? ഇമോഷൻസ് ഇരിപ്പുണ്ട്. എന്നാൽ അതേ സ്ഥലത്ത് യേശു എന്തല്ല? ലിവിങ് സോൾ അല്ല, യേശു ലിവിങ് സ്പിരിറ്റാണ്. അപ്പോ അതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ആകുന്ന കർത്താവ് പറയുന്ന വാക്കുകൾ എന്താ? സ്പിരിറ്റാണ്. ഇമോഷൻസ് കൊണ്ട് എന്താ വരുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ഒരാളോട് ദേഷ്യപ്പെട്ട്, ഇമോഷൻസിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ആ ദേഷ്യം കൊണ്ട് കേൾക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടാവും. ഒരാളെ ഞാൻ എന്താ പറയുക, വാൺ ചെയ്യുക, അയാൾക്കൊരു ഭയം ഉണ്ടാവും. ഞാൻ ഒരാളോട് സ്നേഹത്തിന്റെ വാക്ക് പറയുക, അയാൾക്കൊരു ആശ്വാസം ഉണ്ടാവും. ഞാൻ ഒരാളുടെ ഹോപ്പിന്റെ വാക്ക് പറയാം, ഞാൻ ആ പൈസയുടെ കാര്യം ഞാൻ നോക്കിക്കളോട്ടെ, ഞാൻ തന്നേക്കാം, അല്ലെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്തേക്കാം, ഞാനത് മേടിച്ചവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ അയാളോട് പറഞ്ഞേക്കാം, അത് സംഭവിക്കുക. ആ വേർഡിൽ കെയർ കിട്ടുക. അപ്പൊ നമ്മുടെ ഇമോഷൻ ഉള്ള വേർഡ് പറയുമ്പോൾ ഒരാളുടെ ഇമോഷനെ സ്വാധീനിക്കുന്നു. ഇമോഷനുള്ള വൈകാരികമായ ഒരു വാക്ക് പറയുമ്പോൾ ഒരാളുടെ വികാരത്തെ സ്വാധീനിക്കുന്നു. എങ്കിൽ സ്പിരിറ്റിന്റെ വാക്ക് പറയുമ്പോഴത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? എന്താണോ സ്പിരിറ്റിന് ചെയ്യാൻ കഴിയുന്നത് അതവിടെ സംഭവിക്കും. സ്പിരിറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സ്പിരിറ്റിന്റെ പ്രത്യേകത, സ്പിരിറ്റ് ക്യാൻ ക്രിയേറ്റ് തിങ്സ് വിച്ച് ഈസ് നോട്ട് ദയർ. ആത്മാവിന് ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെയാണോ? ഞാൻ പറയാം. അതായത് ദാവീദ് ഇടയനായിരുന്ന ദാവീദിന് മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നാൽ ദാവീദിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നീ രാജാവ്. അവനെ, ഇടയനായിരുന്ന അവനെ, അവനില്ലാതിരുന്ന രാജാവിന്റെ പദവിയിലേക്ക് കൊണ്ടുവന്നു പരിശുദ്ധാത്മാവ്. ശിംശോന് ബലമില്ലായിരുന്നു, ആത്മാവ് വന്നപ്പോൾ അവന് ബലമുണ്ടായി, ഇല്ലാതിരുന്നതുണ്ടായി. അതുപോലെ ഗിദിയോൻ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോ അവൻ എന്ത് സംഭവിച്ചു? ബലമുണ്ടായി. അതുപോലെ തന്നെ മറിയയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൾ ഗർഭിണിയായി. പത്രോസ് ഉൾപ്പെടുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് ധൈര്യമില്ലാതിരുന്നവർക്ക് ധൈര്യമുണ്ടായി, ഇല്ലാതിരുന്നത് ഉണ്ടായി. അപ്പൊ ആത്മാവിന്റെ പ്രത്യേകത എന്താ പറയുക? ഇല്ലാത്തതിനെ ക്രിയേറ്റ് ചെയ്യും. ഇമോഷൻസിനെ സ്വാധീനിക്കല്ല ചെയ്യുന്നത്, അന്തരീക്ഷത്തെ മുഴുവൻ സ്വാധീനിച്ച് ഇല്ലാത്തതിനെ ക്രിയേറ്റ് ചെയ്യും. എന്നാൽ ആത്മാവിന് ക്രിയേഷൻ നടക്കണമെങ്കിൽ ആത്മാവിന് ഒരു ഇൻഗ്രീഡിയൻസ് വേണം. ദാറ്റ് ഈസ് വേർഡ്. ആത്മാവിൽ സൃഷ്ടി നടക്കണമെങ്കിൽ വചനം വേണം. ആത്മാവിന് സൃഷ്ടി നടക്കണമെങ്കിൽ വചനം വേണം. 2 കൊരിന്ത്യർ ലേഖനം 3:17 ഇങ്ങനെയാണ് പറയുന്നത്, അവർ ലോർഡ് ഈസ് സ്പിരിറ്റ്. ലോർഡ് ഈസ് സ്പിരിറ്റ്. കർത്താവാത്മാവാകുന്നു. കർത്താവാത്മാവ്. യേശു കർത്താവാണ്. ആത്മാവാകുന്ന കർത്താവ്, ഹല്ലേലൂയ, ക്രിയേഷൻ നടക്കണമെങ്കിൽ, സൃഷ്ടി നടക്കണമെങ്കിൽ ആത്മാവാകുന്ന കർത്താവ് വചനം പറയുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, ആത്മാവാകുന്നവൻ വചനമാകുന്ന തന്റെ ഉള്ളിലെ ആത്മാവിനെ റിലീസ് ചെയ്യുമ്പോൾ നടക്കുന്നതാണ് സൃഷ്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ പറയുന്ന വാക്കുകൾ, ആ ഇമോഷൻസ്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വികാരം, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻസ്, ആ ഇമോഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ടെന്നറിയാമോ? ആ ഇമോഷൻസിനെ ഉപയോഗിച്ച് സ്പിരിറ്റിനെ ട്രിഗർ ചെയ്യാൻ, സ്പിരിറ്റിനെ ആക്റ്റീവ് ചെയ്യാൻ, സ്പിരിറ്റിനെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ, നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചു പോകാം. ഹല്ലേലൂയ, സദൃശ്യവാക്യം 18:21. Proverbs chapter 18 verse 21. Proverbs 18:21. Proverbs 18:21. Proverbs 18.
மரணமும் ஜீவனும் நாவின் அதிகாரத்தில் இருக்கும். அதில் பிரியப்படுகிறவர்கள் அதன் கனியை புசிப்பார்கள். മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. മരണവും ജീവനും നാവിന്റെ അധികാരം. നാവിന്റെ അധികാരം. അപ്പോ മരണം വരുന്നത് എവിടുന്നാ? നാവിൽ നിന്നാ, നാവിന്റെ അധികാരത്തില്. ജീവൻ വരുന്നതും നാവിന്റെ അധികാരം, നാവിന്റെ അധികാരം. എന്നാല് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, എന്നാൽ 4-ാം അധ്യായത്തില് പ്രോവേർബ്സ് തന്നെ അതിന്റെ 4-ാം അധ്യായത്തില് പൂർണ്ണ ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യണം? 23-ാം വാക്യം 23, പ്രോവേർബ്സ് 4:23. எல்லா காவலோடும் உன் இருதயத்தை காத்துக்கொள், அதனிடத்து நின்று ஜீவ ஊற்று പുറപ്പെടും. സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാക്കുക, അവിടെ നല്ല ജീവന്റെ ഉത്ഭവം, ജീവന്റെ ഉത്ഭവം എന്ന് അവിടെ പറയുമ്പോ വചനത്തില് നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആത്മാവിന്റെ ചിന്ത ജീവൻ, ജഡത്തിന്റെ ചിന്ത മരണം. നിങ്ങള് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിലാണ് വണ്ടി ഇങ്ങനെ പോകുന്നത്. അതായത് ആ 8-ാം അധ്യായം 6-ാം വാക്യം, റോമൻസ് 8:6, ആ 2 വാക്യങ്ങൾ ഞാൻ പറയാം. ഒന്നിങ്ങനെയാണ് പറയുന്നത്: ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനം, ജഡത്തിന്റെ ചിന്ത മരണം. അപ്പോ നമ്മുടെ ഹൃദയത്തിൽ ജഡപ്രകാരം ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് മരണം. ആ ചിന്തയെ വിളിച്ചു പറയുമ്പോൾ അവിടെ ഉളവാകുന്നതാണ് മരണം. എന്നാൽ ആത്മാവിന്റെ ചിന്ത ജീവൻ, അത് ആത്മചിന്തയെ വിളിച്ചു പറയുമ്പോൾ സംഭവിക്കുന്നതാണ് ജീവൻ. ആമേൻ. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവാത്മാവിലാണോ ചിന്തിക്കുന്നത്, അശുദ്ധാത്മാവിലാണോ ചിന്തിക്കുന്നത്? അൺക്ലീൻ സ്പിരിറ്റിനോട് ചേർന്നാണോ നിൽക്കുന്നത്, ദൈവാത്മാവിനോട് ചേർന്നാണോ നിൽക്കുന്നത്? അങ്ങനെ ഏതാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നോ അവിടെ എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ സംഭവിക്കും, പ്രൊഡക്ഷൻ. പക്ഷെ ഡെലിവറി വരുന്നത് നാവിൽ നിന്നാണ്, വായിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വാക്കുകളെക്കാളും ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തെയാണ്. എന്നാൽ വാക്കുകളെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് അതിനേക്കാൾ അപകടകരവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ പരിശീലിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഹൃദയത്തിൽ നല്ലതേ ചിന്തിക്കാവൂ, വാ കൊണ്ട് നല്ലതേ പറയാവൂ. ആമേൻ, പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് തന്നിരിക്കുന്ന ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടൈമാണ്. നമ്മൾ ഈ ജഡത്തിൽ വസിക്കുന്ന ഈ ഒരു സീസണില്ലേ, ഈ ഒരു സമയം ഒരു അസാധാരണമായ സീസണാണ്. ഈ ഒരു സമയം ഒരു അസാധാരണ സീസണാണ്. ഈ ഒരു സമയം ഒരു അസാധാരണമായ സീസണാണ്. നിങ്ങൾ എന്തെന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചിന്തിച്ചൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എക്സ്പ്ലനേഷൻ പിന്നെ തരാം. പിശാച് ദൈവത്തോട് ചോദിച്ചേ, യേശുവിനോട് ചോദിച്ചു, ഞാൻ ഈ പന്നിയുടെ കൂട്ടത്തിലേക്ക് പോക്കോട്ടെ എന്ന്. യേശു യെസ് പറഞ്ഞോ? യേശു പറഞ്ഞു. പക്ഷെ വേറൊരുത്തൻ മരിച്ചിട്ട് ഒരുത്തൻ പ്രാർത്ഥിക്കുക, ഈ ലാസറിനെ വീട്ടിലേക്ക് വിടണം, എന്റെ വീട്ടിൽ 5 സഹോദരന്മാരുണ്ട്, അവന്മാര് വെള്ളവടിയും വെള്ളമൊക്കെ, അവന്മാരും കൂടെ ഗുണപ്പെടാനായിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ ഈ ജഡത്തിൽ ഇരിക്കുന്നില്ല, ഈ ജഡത്തിൽ അപ്പോ ചിന്തിച്ചു നോക്കണം. അവൻ അവിടെ വസിച്ച അവനിൽ ജഡത്തിൽ നിന്നുകൊണ്ട്, ആ യൗവനക്കാരന്റെ ആ ജഡത്തിൽ നിന്ന്, അവന്റെ ഫ്ലഷിൽ നിന്നാണ് ആ ഡിമോണിക് സ്പിരിറ്റ് പ്രാർത്ഥിച്ചത്, ഒരു റിക്വസ്റ്റ് വെച്ചത്. അപ്പോ ജഡത്തിലിരുന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ ഫ്ലഷിൽ നമ്മൾ വസിക്കുന്ന കാലങ്ങളിൽ നമ്മുടെ പറയുന്ന വാക്കുകൾ നമ്മുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കാൻ പവർ ഉണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് സ്പിരിറ്റ്.
അത് ആത്മാവ്, ക്രിയേറ്റീവ് പവർ ഉള്ള സ്പിരിറ്റാണ്. അതുകൊണ്ട് വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ. ആമേൻ. അങ്ങനെ ഹൃദയത്തിലെ ചിന്ത നേരെയാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളെ ആരെയും ഞാൻ ചെറുതാക്കിയോ മോശമായിട്ടോ പറയല്ല, അങ്ങനെ ചിന്തിക്കരുത്. ചിന്തിക്കാൻ ഇടവരുന്നെങ്കിൽ നിങ്ങൾ നന്നാകാൻ വേണ്ടി പറഞ്ഞത് കൂട്ടിയാൽ. അത് നിങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ടാണല്ലോ അങ്ങനെ ചിന്ത വരുന്നത്. എന്നോടാണ്. ഇരുന്നോട്ടെ. അതായത് നിങ്ങൾ എത്ര മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു നല്ലതാണ്, പക്ഷെ അതുപോലെ തന്നെ ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്തണം. നിങ്ങളെ 21 ദിവസം ഉപവാസം ഇരിക്കുന്നു, ഒരുപാട് നല്ലതാ. പക്ഷെ ആ 21 ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 പ്രാവശ്യമെങ്കിലും പുതിയ നിയമം വായിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ഫാസ്റ്റിങ്ങേ ഇരിക്കുന്നില്ല അച്ഛാ. സന്തോഷം. അതായത് വളരെ പ്രധാനം ഉള്ള ഒരു കാര്യമാണ് വചനം. ഞാനിതിനെ ഒരു കാര്യം പറഞ്ഞങ്ങ് പറഞ്ഞു നിർത്താം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്ത് വരുമ്പോൾ എല്ലാവരും ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഓ കർത്താവേ, ഇന്നത്തെ ദിവസവും ഇനിയിപ്പോ 1.5 മണിക്കൂർ ഇരിക്കണമല്ലോ. ഈ ലാസ്റ്റ് ബൈ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരി കാണണം. ഓ മതിയെ, എന്റെ ദൈവമേ, തീർന്നല്ലോ. ആ ചിരി ഒന്ന് കാണും. അങ്ങനെയാണോ നിങ്ങൾ? അല്ലല്ല, നിങ്ങളാരും അങ്ങനല്ല. അങ്ങനല്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. നമ്മുടെ ആദ്യകാലത്തെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്താ? ലെറ്റർ, ഇൻലൻഡ്, പോസ്റ്റ് കാർഡ് അല്ലേ? പണ്ട് ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇത് 100 പേർക്ക് എഴുതി അയച്ച പോസ്റ്റ് കാർഡ് ഓർമ്മയുണ്ടോ? ചിരിക്കുന്നുണ്ടോ? ആർക്കൊക്കെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അല്ലെ, പോസ്റ്റ് കാർഡ്, ഇൻലൻഡ്, ഇതൊക്കെ നമ്മള് എഴുത്തെഴുതി അയക്കുമായിരുന്നു ഒരു കാലത്ത്. അത് കഴിഞ്ഞപ്പോ ഫോണായി. ഇപ്പൊ ഇവിടുന്നുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഫോൺ ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോഴത്തെ ഒരു കാര്യം, മാസത്തിൽ ഒരിക്കലും നാട്ടിൽ പോയിട്ട് വരുന്നത്. ചിലർ പോയി കഴിഞ്ഞാൽ അവരെ വരാൻ ഭയങ്കര പ്രാർത്ഥിച്ചു വേണം തിരിച്ചു കൊണ്ടുവരാനായിട്ട്. ഇവിടെ ആള് വേണ്ടേ? 10 ദിവസത്തേക്ക് പോകാൻ 1.5 മാസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. അപ്പൊ എന്താന്നറിയ, സിസ്റ്റം മാറി. ഇപ്പൊ ചിന്തിച്ചു നോക്കിയേ, ആദ്യം എഴുത്ത്, പിന്നെ ഫോണ്, പിന്നെ ആള് നേരെ പോവാം. ഇത് തന്നെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നടന്നത്. ആദ്യം എഴുതി കൊടുത്തു, ന്യായപ്രമാണം എഴുതി കൊടുത്തു. രണ്ടാമത് പ്രവാചകന്മാരെ അയച്ച് പറയിച്ചു. മൂന്നാമത് പറഞ്ഞവൻ നേരിട്ട് ഇറങ്ങി വന്നു. ആദ്യം എഴുതി, രണ്ടാമത് പറഞ്ഞു, മൂന്നാമത് നേരിട്ട് വന്നു. ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴാണോ അകത്ത് ജീവനെ ചിന്തിക്കുകയും ജീവനെ പറയുകയും ചെയ്യുന്നത്, അപ്പം ജീവൻ സൃഷ്ടിക്കപ്പെടും. ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം, നിങ്ങളുടെ അകത്തുനിന്ന് എല്ലാ ഇരുട്ടിന്റെയും എല്ലാവിധ മരണത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ചിന്തകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അകത്തുനിന്ന് എല്ലാ ദാരിദ്ര്യത്തിന്റെ, ഭയത്തിന്റെ, കുറ്റബോധത്തിന്റെ, അരക്ഷിതാവസ്ഥയുടെ, ഹല്ലേലൂയ, ചിലരിന്ന് പറയുന്ന ഒരു കാര്യമായി, എനിക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നം. ആ ചിന്തകൾ മാറിപ്പോട്ടെ. എനിക്ക് ഈ കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം. ആ ചിന്തകൾ മാറിപ്പോട്ടെ. ഇരുട്ടിന്റെ ചിന്തകൾ മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലുള്ള വലിയ കൃപ അസാധാരണമായ നിലയിൽ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ഉള്ളിലെ വചനം, സൃഷ്ടിക്കുന്ന വചനം, അതേ കർത്താവ്, ഞങ്ങൾ ആത്മാവിൽ വലിയ കാര്യങ്ങളെ ചിന്തിച്ച് വലിയ കാര്യങ്ങളെ കൊണ്ട് വിളിച്ചു പറയാനായിട്ട് കർത്താവ്, ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്ന ദൈവവചനം ഈ ദിവസങ്ങളിൽ വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി.
മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിനെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.